നമ്മുടെ ഈ വളപട്ടണം കൂട്ടായ്മക്ക് ആശംസ അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷാഹുൽ അഷ്കർ അലിക്ക ആളുകൾ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരായ അധ്യക്ഷ, സുഹൃത്തെ, പ്രിയമുള്ള നാട്ടുകാരെ, സ്നേഹിതന്മാരെ, ബന്ധുമിത്രാദികളെ, നീണ്ട കാലങ്ങൾക്ക് ശേഷം എന്റെ നാട്ടുകാരായ സ്നേഹിതന്മാരായ നിങ്ങളേവരെയും ഒന്നിച്ചു കാണുവാനും ഒരിക്കൽ കൂടി പരിചയം പുതുക്കുവാനും സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്, ആഹ്ലാദമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു സായാഹ്നം തികച്ചും അവിശ്വസനീയമായി തോന്നുകയാണ്. കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ വേദിയിൽ വെച്ച് വളപട്ടണം കഥകളുടെ അതിന്റെ 2ാം പതിപ്പിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന ഈ ആബിദ് സൂചിപ്പിക്കുകയുണ്ടായി, നമുക്ക് വളപട്ടണത്തിന്റെ ഒരു കൂട്ടായ്മ എന്തുകൊണ്ട് ഇവിടെ UAE സംഘടിപ്പിച്ചുകൂടാ എന്നത്. ഞാൻ പറഞ്ഞ നല്ല ആശയമാണ്, നീ അതിനു വേണ്ടി പരിശ്രമിക്കണം. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് സാക്ഷാത്കരിക്കപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും തന്നെ കരുതിയിരുന്നില്ല. മാത്രവുമല്ല, അന്ന് ആബിദ് പ്രകടിപ്പിച്ചത് ആബിദിന്റെ മാത്രം ഒരു ഒറ്റപ്പെട്ട ശബ്ദമല്ല എന്ന് ഞാൻ ഈ സദസ്സിനെ കാണുമ്പോൾ തിരിച്ചറിയുകയാണ്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് വളപട്ടണം നിവാസികളുടെ ഒരു പ്രവാസി കൂട്ടായ്മ വേണം എന്ന് നിങ്ങൾ ചിന്തിച്ചതിന്റെ ഫലമാണ്, അതിന്റെ പ്രകടമായ ഉദാഹരണമാണ് ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്ന എന്റെ നാട്ടുകാരായ സുഹൃത്തുക്കളുടെ സാന്നിധ്യം. എനിക്ക് അനുവദിച്ച സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം എന്റെ സുഹൃത്തുക്കൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് വളപട്ടണത്തിന്റെ ഗതകാല ചരിത്രങ്ങളെ അനാവരണം ചെയ്തുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ഒരു ദൗത്യം എനിക്ക് എത്രത്തോളം നിർവഹിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കുറത്തി കൈനോക്കുന്നത് പോലെ ഒരൊറ്റ ശ്വാസത്തിൽ പറഞ്ഞാൽ തീരുന്നതല്ല വളപട്ടണത്തിന്റെ ഗതകാല ചരിത്രങ്ങൾ. വളപട്ടണത്തിന്റെ ആത്മീയ സുവർണ കാലഘട്ടത്തെ കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങൾ, അതുപോലെ തന്നെ സ്വാഗത പ്രാസംഗികൻ, അധ്യക്ഷ പ്രാസംഗികൻ എല്ലാം തന്നെ വളപട്ടണത്തെ കുറിച്ച് ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു. എന്നാൽ എനിക്ക് നിങ്ങളെ ഉണർത്തുവാനുള്ളത്, ഇവിടെ എല്ലാവരും തന്നെ സംസാരിച്ചതിൽ വളരെ ഭിന്നമായി ചെറിയ ഖണ്ഡനങ്ങളാണ് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ ഉണർത്തുവാനുള്ളത്. എന്താണ് ആ വിഷയമെന്ന് പറഞ്ഞാൽ അതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ഈ പുതിയ തലമുറ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇവിടെ പലരും തെറ്റിദ്ധരിച്ചതുപോലെ, തെറ്റിദ്ധരിക്കപ്പെട്ടതുപോലെ വളപട്ടണത്തിന് അതിന്റെ സ്ഥലനാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നത് പോലെ ഒരു പട്ടണത്തിന്റെ പ്രൗഢിയും പ്രതാപവും ജനസാന്ദ്രതയും കൊണ്ട് ഒരു നഗരത്തിന്റെ പ്രതീതി ഉണ്ടായിരുന്ന വളപട്ടണം ഇന്ന് ഒരു ഉറക്കം തൂങ്ങുന്ന കുഗ്രാമത്തിന്റെ നിലയിലേക്ക് അധംപതിച്ചതിന്റെ കാരണങ്ങൾ ഇവിടെ ആരും തന്നെ പരാമർശിക്കപ്പെട്ടതല്ല. സ്നേഹിതന്മാരെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇവിടെ പലരും പറഞ്ഞു ദേശീയപാത പുതിയ റോഡ് പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് വളപട്ടണത്തിന് ഈ ഒരു ദുരവസ്ഥ വന്നത് എന്ന്. വസ്തുതകൾക്ക് നിരക്കാത്തൊരു യാഥാർത്ഥ്യമാണത്. നിങ്ങൾ ചരിത്രം മനസ്സിലാക്കണം. പുതിയ റോഡ് പാലം എന്നുള്ളത് 1982 ഡിസംബർ മാസത്തിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ആ 1982ന്റെ 1 ദശവർഷം മുമ്പ് തന്നെ, അതായത് 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളപട്ടണത്തിന്റെ അധംപതനത്തിന്, തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുതയാണ്. റോഡ് പാലം എന്നത് 1982 ഡിസംബർ മാസം. അതിന്റെ 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളപട്ടണത്തിന് അതിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, വളപട്ടണം അറിയപ്പെട്ടിരുന്നത് ഒരു വ്യാപാര വ്യവസായ തൊഴിൽ ഗതാഗത മേഖല എന്നുള്ള നിലക്കായിരുന്നു. വളപട്ടണം ഒരു ത്രിതല ഗതാഗത സൗകര്യമുള്ള ഒരു പ്രദേശമായിരുന്നു. എന്താണ് ത്രിതല ഗതാഗത സൗകര്യം? മറ്റു പ്രദേശങ്ങൾക്കൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സൗകര്യം. അതായത് ജലഗതാഗതം, റെയിൽവേ, നാഷണൽ ഹൈവേ. നമുക്കറിയാം കണ്ണൂർ ടൗണിന് അത് നാഷണൽ ഹൈവേ ഉണ്ട്, റെയിൽവേ ഉണ്ട്, ജലഗതാഗതമില്ല. ആ കാലഘട്ടങ്ങളിൽ ബോട്ട് സർവീസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. ഇന്നത്തെ പോലെ റോഡിന്റെ വികസനങ്ങൾ ഇത്രമാത്രം രൂപാന്തരപ്പെട്ടിരുന്നില്ല, പാലങ്ങൾ ഇത്രമാത്രം പണിയപ്പെട്ടിരുന്നില്ല. അന്ന് പലരും
വളപട്ടണത്തെ ആശ്രയിച്ചുകൊണ്ടായിരുന്നു ബോട്ട് സർവീസുകളായിരുന്നു. പഴയങ്ങാടി, മാട്ടൂൾ, നമ്പ്രമറം, അതുപോലെ തന്നെ പറശ്ശിനി മുത്തപ്പന മടപ്പുരയിലേക്കുള്ള പ്രധാന യാത്രകളെല്ലാം തന്നെ വളപട്ടണം വഴിയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ നമുക്ക് വളപട്ടണത്തിൽ കിട്ടിയ ആദ്യത്തെ പ്രഹരം നിങ്ങൾ മനസ്സിലാക്കണം, നാഷണൽ ഹൈവേ മാത്രമായിരുന്നില്ല, പുതിയ റോഡ് പാലമായിരുന്നില്ല. വളപട്ടണത്തിന് കിട്ടിയ ആദ്യത്തെ അടി പ്രഹരം ബോട്ട് സർവീസുകൾ നിലച്ചതായിരുന്നു. നമുക്കൊക്കെ അറിയാം, അന്ന് ഈ ബോട്ട് സർവീസ് പഴയങ്ങാടി, മാട്ടൂൽ എല്ലാ ഭാഗങ്ങളിലേക്കുള്ള ആളുകൾ ബോട്ട് സർവീസ് നടത്തിയിരുന്നത്. അന്ന് പാലങ്ങൾ ഉണ്ടായിരുന്നില്ല, പറശ്ശിൻകടവിലേക്ക് ബസ് സർവീസ് ഉണ്ടായിരുന്നില്ല. കർണാടകയിൽ നിന്നും മറ്റു ഇതര പ്രദേശങ്ങളിൽ നിന്നൊക്കെ വളപട്ടണ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിക്കൊണ്ട് ഒരുപക്ഷെ പഴയ തലമുറ കണ്ടിട്ടുണ്ടാകും ഒരു ഘോഷയാത്ര, കൊടകർ എന്നാണ് ഞങ്ങൾ വിശേഷിപ്പിക്കാറുള്ളത്. ആ കൊടകർ അന്ന് ബോട്ട് കെട്ടിയിലേക്ക് ഇങ്ങനെ ആനയിക്കപ്പെടുകയായിരുന്നു. ചന്ദ്രശേഖർ, പന്നേങ്കണ്ടി ഇങ്ങനെ തുടങ്ങിയ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ബോട്ട് സർവീസുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ ബോട്ട് സർവീസ് നിലച്ചതോടുകൂടി വളപട്ടണത്തിന്റെ ആദ്യത്തെ മന്ദഗതിക്ക് രൂപം പ്രാപിച്ചു. അന്ന് ആലപ്പുടിയന്മാരുണ്ടായിരുന്നു. അന്ന് നിങ്ങൾക്കൊക്കെ ആലപ്പുടിയന്മാരാണ്. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ പന്നയങ്കണ്ടിന്റെ ബോട്ടിലേക്ക് അല്ലെങ്കിൽ ചന്ദ്രശേഖരന്റെ ബോട്ടിലേക്ക് ആളെ പിടിച്ചുകൊണ്ട് കമ്മീഷന് വേണ്ടി. അന്ന് കൂടുതലും ഉണ്ടായിരുന്നത് കർണാടകത്തിൽ നിന്നുള്ള കൊടകന്മാരായിരുന്നു. ഇതിനിടയിൽ ഒരു കൗതുകരമായ ഒരു രസകരമായ ഒരു സംഭവം ഞാനിവിടെ പരാമർശിക്കുകയാണ്. ഈ കൊടകരുടെയൊക്കെ വളപട്ടണം വഴി ബോട്ടിയെട്ടിയിലേക്ക് കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കച്ചവടങ്ങൾ നടന്നിരുന്നത് നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളിലായിരുന്നു. ഇന്നത്തെ പോലെ 4-5 ഹോട്ടലായിരുന്നില്ല. അന്ന് ജനസാന്ദ്രത കൊണ്ട് നിറയെ ഈ ഭാരതി ഹോട്ടൽ മുതൽ കടവ് റോഡ് വരെ ഹോട്ടലുകളായിരുന്നു. എന്താണ് ഈ ഹോട്ടലുകളുടെ വിശേഷം എന്ന് പറഞ്ഞാൽ, സാധാരണ മലയാള എഴുത്തിന് പുറമെ പഴയ തലമുറയിലുള്ള ആളുകൾ, നസീറിനെ പോലുള്ള ആളുകൾ ശ്രദ്ധിച്ചു കാണും, കർണാടകത്തിലും ഈ ഹോട്ടൽ എന്ന് എഴുതി വെച്ച് ഹോട്ടലിന്റെ പേരുകൾ എഴുതി വെച്ച കൗതുകരമായ ഒരു കാഴ്ചയായിരുന്നു. ഞാൻ അന്ന് പലരോടും ചോദിച്ചു, നമ്മുടെ കൊച്ചു വളപട്ടണവും ഈ കർണാടക ലിപിയും തമ്മിൽ എന്താണ് ബന്ധം? സാധാരണ ഇതിന് മലയാളത്തിൽ എഴുതുന്നതിന് പുറമെ എന്താണ് കർണാടകത്തിൽ? അന്ന് അവര് പറഞ്ഞിരുന്നത്, കൊടകർ കർണാടകയിൽ നിന്ന് വരുന്ന പറശ്ശിൻകടവിലേക്ക് പോകുന്ന മുത്തപ്പ ഭക്തന്മാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് കർണാടകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അത് സത്യമാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും വിശക്കുമ്പോൾ ഏതെങ്കിലും ഹോട്ടൽ അന്വേഷിച്ച് നടക്കുമ്പോൾ മലയാളത്തിൽ ഊണ് തയ്യാർ അല്ലെങ്കിൽ ഹോട്ടൽ എന്ന് കാണുമ്പോൾ നമുക്കുണ്ടാക്കുന്ന ഒരു വൈകാരിക ബന്ധം ആ ഹോട്ടലിനോട്, അതൊരു കച്ചവട തന്ത്രമായിരുന്നു. പക്ഷെ ഇന്നില്ല കേട്ടോ. ഇന്ന് ആരെങ്കിലും പോയി നോക്കിയിട്ട് കർണാടകത്തിലുണ്ടോ നോക്കി കിടക്കല്ല, അത് മാഞ്ഞുപോയി. അതായിരുന്നു ആദ്യത്തെ. പിന്നെ രണ്ടാമത് ബീഡി വ്യവസായം. വളപട്ടണം കടവ് റോഡ് മുതൽ പുതിയ മന്ന മുതൽ അത് തൊക്കിലങ്ങാടി, ഇവിടെ മിക്ക മാടങ്ങളും പീടികകളും ബീഡി വ്യവസായങ്ങൾ ബീഡി തൊഴിലുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ ബീഡി വ്യവസായം തന്നെ നമ്മുടെ നാട്ടുകാരായിരുന്നില്ല, പുറമേ ദിക്കിൽ നിന്നും എത്തിച്ചേർന്നവരായിരുന്നു 90% ആളുകളും. പല പേരുകളിലുള്ള ബീഡി, പാരീസ് ബീഡി, പ്യൂർ ബീഡി, ചൈന ബീഡി, അബു ബീഡി, ഡോക്ടർ ബീഡി, അങ്ങനെ പേരില്ലാത്ത കുറെ കെട്ടുബീഡികൾ. അങ്ങനെ ബീഡി വ്യവസായവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആളുകൾ വളപട്ടണത്ത് വന്നും പോയും കൊണ്ടിരുന്നു. വളപട്ടണത്തൊരു സജീവ ചലനാത്മക ഒരു 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 പട്ടണത്തിന്റെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പൊടുന്നനെ ആ ബീഡി വ്യവസായം നമുക്ക് നഷ്ടപ്പെട്ടു. ബീഡി വ്യവസായം എന്താണ് നഷ്ടപ്പെടാൻ കാരണം? പുതിയ തലമുറ ആരും തന്നെ ബീഡി വലിക്കുന്നില്ല. ഇപ്പൊ നമ്മളിൽ ആരാണ് ബീഡി വലിക്കുന്ന ആളുള്ളത്? ഇവിടെ അത്യാവശ്യം സിഗരറ്റ് വലിക്കുന്നവരുണ്ടാവും. ആ ബീഡി വ്യവസായം തകർന്നതോടുകൂടി വളപട്ടണത്തിന് ആ തൊഴിൽ മേഖല മന്ദീഭവിക്കുകയും പല മാടങ്ങളും പീടികകളും ശൂന്യമായി അടച്ചിടേണ്ടി വന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതല്ലാതെ നാഷണൽ ഹൈവേയോ പുതിയ റോഡ് പാലം വന്നത് കൊണ്ട് മാത്രമല്ല, അത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. നിങ്ങളെ പുതിയ തലമുറ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. ഇന്ന് വളപട്ടണത്തെ കുറിച്ച് മറ്റു പരിസര പ്രദേശങ്ങളിൽ ആളുകൾ നോക്കിക്കാണുമ്പോൾ എന്താണ് സ്ഥിതി? ഒരു ഉറക്കം തൂങ്ങുന്ന കുഗ്രാമത്തിന്റെ നിലയിലേക്ക് അലമ്പതിച്ച് വരികയാണ് വളപട്ടണം. ഇവിടെ വളപട്ടണത്തിന്റെ
ആത്മീയ വശങ്ങളെ കുറിച്ച് തങ്ങൾ പരാമർശിച്ചു. ആ സ്വർണ്ണ കാലഘട്ടങ്ങളെ കുറിച്ച് പരാമർശിച്ചു. അതേപോലെ തന്നെ വളപട്ടണത്തിന്റെ സാംസ്കാരിക മേഖലകളെ കുറിച്ച് പരാമർശിച്ചു. ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. അതൊക്കെ ഒരു വസ്തുതയാണ്. എന്റെ വിഷയം ഈ ഗതകാല വളപട്ടണത്തെ അനാവരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തരുവന്നതാണ്. പിന്നെ ഇവിടെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ്. അത് എല്ലാവരും തന്നെ ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. കാരണം നമ്മുടെ വളപട്ടണക്കാർ നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലം നൽകിയില്ല, അതിന് തയ്യാറായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു നാഷണൽ ഹൈവേ തെന്നിമാറിക്കൊണ്ട് മറ്റൊരു വഴിയിലേക്ക് കൂടി സഞ്ചരിച്ചത്. വസ്തുത അതല്ല. ഞാൻ അന്നൊരു പത്രപ്രവർത്തകനായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് വളരെ സമഗ്രമായി പഠിക്കുകയും എല്ലാ പത്രങ്ങളിലും അതേക്കുറിച്ച് ലേഖനങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് നാഷണൽ ഹൈവേ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ദേശീയപാത. നാഷണൽ ഹൈവേ എന്ന് മനസ്സിലാക്കേണ്ടത് ഒരു പ്രദേശത്തിന്റെ മൈലുകളുടെ ദൈർഘ്യം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു നാടിന്റെ വളവ് തിരിവുകൾ ഒഴിവാക്കപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും തന്നെ വളപട്ടണത്തെ കൂടി നാഷണൽ ഹൈവേ കടന്നു വരികയില്ല. മാത്രമല്ല, അന്ന് സർവേ നടക്കുമ്പോൾ ഈ വളപട്ടണം പുഴയുടെ ഓരോ പ്രദേശങ്ങളിലേക്ക്, വളപട്ടണം പുഴയുടെ ഓരോ ആഴങ്ങളിലും അവർ സർവേ നടത്തിയിരുന്നു. അവർക്ക് പൈൽസ് അടിക്കാനുള്ള പാറ ലഭിച്ചത് ഇന്ന് നാഷണൽ ഹൈവേ കടന്നു പോകുന്ന വഴിക്ക് മാത്രമായിരുന്നു. ആ എവിടെയാണോ പാലം നിർമ്മിക്കാൻ പര്യാപ്തമായ സ്ഥലം, അതുവഴിയാണ് നാഷണൽ ഹൈവേ വന്നിരുന്നത്. അതല്ലാതെ വളപട്ടണക്കാരുടെ ഏതെങ്കിലും കടകൾ നഷ്ടപ്പെടും, ഏതെങ്കിലും വീടുകൾ നഷ്ടപ്പെടും എന്നുള്ള ഭീതി മൂലം ആരും തന്നെ വീടോ സ്ഥലങ്ങളോ നൽകാത്തതിന്റെ പേരിൽ നമുക്ക് നാഷണൽ ഹൈവേ നഷ്ടപ്പെട്ടതല്ല. നമുക്കറിയാം, ഈ പുഴയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രദേശങ്ങൾക്ക് വന്ന് ഗ്രസിച്ച ദുരവസ്ഥ, ദുരന്തമാണ് വളപട്ടണത്തെയും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. കക്കാടിനെ കുറിച്ച് നമുക്കറിയാം. കാട്ടാമ്പള്ളി പാലം വന്നതോടുകൂടി കക്കാട് അതമ്പതിച്ചു. വളപട്ടണത്തും നമ്മൾ പഞ്ചായത്തിനെയോ സർക്കാരിനെയോ കുറ്റപ്പെടുത്തി. അന്ന് ഒരുപാട് ആളുകൾ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തി. വളപട്ടണം പഞ്ചായത്തോ വളപട്ടണത്തെ നാട്ടുകാരോ വിചാരിച്ചാൽ നാഷണൽ ഹൈവേ വളപട്ടണത്തെ കൂടി കൊണ്ടുവരാൻ സാധിക്കില്ല. സ്നേഹിതന്മാരെ, നാഷണൽ ഹൈവേ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദേശീയപാത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ദൈർഘ്യം കുറക്കുക. കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള തിരുവനന്തപുരം മുതൽ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള മൈലുകളുടെ ദൈർഘ്യം കുറക്കുക. ആ കുറക്കുവാനുള്ള ഒരു പരിശ്രമമായിരുന്നു ഗവൺമെന്റ് ചെയ്തിരുന്നത്. അതല്ലാതെ വളപട്ടണത്തിനോട് സർക്കാരിന് ഏതെങ്കിലും ചിറ്റമനയം ഉള്ളതുകൊണ്ട് വളപട്ടണത്തെ നാഷണൽ ഹൈവേയിൽ നിന്ന് പുറന്തള്ളി മാറ്റുകയായിരുന്നില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഒരു നാഷണൽ ഹൈവേ എന്നുള്ളത് നമുക്ക് നഷ്ടപ്പെട്ടത് വളപട്ടണത്തെ പുറന്തള്ളിക്കൊണ്ട് കുറച്ച് ഇങ്ങകലെയാണ്. ഒരു വാഹനങ്ങളുടെ ചീറിപ്പാച്ചൽ കൊണ്ട് മാത്രം ഒരു ഗ്രാമം നഗരങ്ങളെ മാറും. അങ്ങനെയാണ് കല്യാശ്ശേരി ആവണ്ടേ. കല്യാശ്ശേരിയും കീച്ചേരിയിലേക്ക് കൂടിയല്ലേ ഈ നാഷണൽ ഹൈവേ കടന്നു പോകുന്നത്. അത് എന്തുകൊണ്ട് പട്ടണമായില്ല? കേരളത്തിന്റെ ഓരോ പുഴയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, പല നഗരങ്ങളും ഗ്രാമങ്ങളായി അധപതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാമങ്ങൾ നഗരങ്ങളായി മാറിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നമ്മൾ എല്ലാവരും തന്നെ ഒറ്റയടി കണ്ണു കടച്ചുകൊണ്ട് പരാമർശിക്കുന്ന എന്താണ്? പാലം വന്നു, നാടുണങ്ങി. അതായിരുന്നില്ല സ്നേഹിതന്മാരെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരുന്നത്. അന്ന് ഈ പാലം വന്നതോടുകൂടി അന്ന് ഞങ്ങളവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ആ ഡിസംബർ 2-ന് 1982 ഡിസംബർ 2-ന് പാലം ഉദ്ഘാടനം ചെയ്യുന്നതിന് കുറച്ച് മാസം മുമ്പ് ഞങ്ങളുടെ ഒരു കമ്മിറ്റി, യുവജന സഹകൃത വേദി, അന്ന് ഞങ്ങളൊക്കെ യുവജനങ്ങളാണ്, അവിടെ മാറി നിൽക്കുന്ന എന്റെ സ്നേഹിതൻ ഷാഫി ഉൾപ്പെടെ ഇങ്ങനെ പലരും, അന്ന് ഞങ്ങൾ വിപുലമായ ഒരു കൺവെൻഷൻ ഖാദിമുൽ ഇസ്ലാം സംഘം എന്നൊരു കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, എല്ലാ സാംസ്കാരിക സംഘടനകളെയും, എല്ലാ സാമുദായിക സംഘടനകളെയും, അതുപോലെ തന്നെ നാട്ടിലെ പ്രമുഖ വ്യക്തികളെയും കച്ചവടക്കാരെയും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും